ആരാണ് തുടങ്ങിയത് സഹോദര? അത് ശരിയായ താങ്കൾ പറഞ്ഞു അടി തിരിച്ചടിയുന്ന നയം കോൺഗ്രസിന്റെ നയമല്ല. പക്ഷേ ഇന്നിപ്പോൾ ആലപ്പുഴ ജുഡീഷ്യൽ കോടതിയുടെ ഉത്തരവ് വന്നല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേസെടുക്കാൻ വേണ്ടി. മുഖ്യമന്ത്രി ഇന്നലെ വൈകുന്നേരം വരെ അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സ്വന്തം ഗവൺമെൻ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും ഗവൺമെന്റ് പോവാം, ഒരു സംശയവും വേണ്ട. മുഖ്യമന്ത്രി ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ മുഖ്യമന്ത്രിയുടെ നേരെ പിടിച്ചു പിടിക്കാൻ വന്നാൽ ആ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ. ഇത് മുഖ്യമന്ത്രി ഏതോ വഴിയെ പോകുന്നു, ഏതോ വഴിയെ മുദ്രാവാക്യം വിളിക്കുന്ന പിള്ളേരുടെ നേരെ, അതും പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം പോലീസിന്റെ ആയുധം എടുത്ത് ഗവൺമെന്റ് അടിക്കുന്നത് കേരളം കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത്. അത് ഇനിയും തുടരും. അപ്പോൾ ആരാണ് അക്രമത്തിന് ആഹ്വാനം ചെയ്തത്? ഞങ്ങളാണോ? മുഖ്യമന്ത്രി ആത്മപരിശോധന നടത്തണം. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഈ സമരം ചെയ്യുന്ന പാവം പിള്ളേര് SFIക്കാർ എത്ര സമരം ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് കല്ലെറിഞ്ഞിട്ടില്ലേ? അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് വന്ന് ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ? കരുണാകരന്റെ ഗവൺമെന്റ് വന്ന് ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ? എന്തിന് VSന്റെ ഗവൺമെന്റ് വന്ന് തല്ലിയിട്ടുണ്ടോ? നവകേരള സദസ്സിന്റെ ഗുണം എന്താണുള്ളത്? അത് ഖജനാവിൽ നിന്ന് കുറെ പണം ചെലവാക്കിയിട്ട് നടത്തുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ദൂർത്ത്, അതിനപ്പുറം ഒന്നുമില്ല. കോൺഗ്രസും BJPയും തമ്മിൽ ഒത്തുകളിയാണ്. ഞങ്ങളെ കൊല്ലാൻ നടക്കുന്ന BJP ആയിട്ട് ഞങ്ങൾ ഒത്തുകളിക്കാൻ എന്തിനാ പോകുന്നത്? ആരാണ് ഒത്തുകളിക്കുന്നുള്ളത്? മലയാളികളുടെ മുന്നിൽ തുറന്നു വെച്ച പുസ്തകം പോലെ ഇല്ലേ ഇവിടെ? അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പറയാൻ പോയാൽ ഒത്തുകളി ആർക്കാണ് പ്രയോജനം കിട്ടുന്നത്, ആരാണ് അതിന്റെ ബെനിഫിഷ്യറീസ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. കോൺഗ്രസിന് ചേരുന്ന കുപ്പായമല്ല അത്. BJP ആയിട്ടുള്ള ഒത്തുകളി അത് ചേരുന്ന അദ്ദേഹത്തിന് തന്നെയാണ്, സംശയമില്ല. ആരും അംഗീകരിച്ചിട്ടില്ല. ഗവർണറും മുഖ്യമന്ത്രിയും രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്തത്. രണ്ടുപേരും രാഷ്ട്രീയക്കാരെ കുത്തിത്തിരത്താനുള്ള ഒരു വേദിയാക്കി. മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളെ കുത്തിത്തിരക്കാൻ സെന്റർ ഉപയോഗിച്ചു. ഗവർണർ അതിനേക്കാൾ മോശമായ രീതിയിൽ സംഘപരിവാറിന്റെ ആളുകളെ കുത്തിത്തിരിക്കാൻ വേണ്ടി പ്രയോഗിച്ചു. ഗവർണർമാർ ഒരിക്കലും അങ്ങനെ ഇത്രയും ചെയ്യാറില്ല. അത് ചെയ്ത് ശരിയല്ല എന്ന് ഞാൻ പരസ്യമായിട്ട് എത്ര മുമ്പേ പറഞ്ഞു, 2 ആഴ്ച മുമ്പേ പറഞ്ഞു. സുഹൃത്ത്, കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. KPCC പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ നിലപാട് തെറ്റായി വ്യാഖ്യാനിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഡൽഹിയിൽ മോഡി പെഗാസസ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സമരം ചെയ്യുന്ന ചെറുപ്പക്കാർ, മാധ്യമപ്രവർത്തകർ ഇവരുടെയെല്ലാം ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. കേസെടുക്കുന്നു അതുപോലെ തന്നെ. മാധ്യമപ്രവർത്തകരൊക്കെ അവിടെ കേസെടുക്കുന്നു, ഇവിടെ. അപ്പൊ എന്താണ് വ്യത്യാസം? നമ്മുടെ ദേശീയ തലത്തിൽ ഇതിനെതിരെ പോരാടാൻ തീരുമാനിച്ചിരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ കക്ഷികളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ മാതൃകാപരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് ഏറ്റവും അങ്ങേറ്റ അപലപനീയ കാര്യം. മാധ്യമപ്രവർത്തകർ നമുക്കെതിരായി റിപ്പോർട്ട് ചെയ്യും. നിങ്ങൾ കണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ അനുകൂലമായിരിക്കും, ചിലപ്പോൾ പ്രതികൂലമായിരിക്കും. ഇന്ന് അനുകൂലം പറയും, നാളെ ചിലപ്പോൾ പ്രതികൂലം പറയും. അനുകൂലം പറയുമ്പോൾ ഒക്കെ നല്ല മാധ്യമപ്രവർത്തകർ, പ്രതികൂലം പറഞ്ഞാൽ അല്ല മോശം തൊണ്ടവരുടെ കേസെടുക്കുകയാണോ ചെയ്യേണ്ടത്? സത്യത്തിൽ നിങ്ങൾ ആലോചിക്കട്ടെ. ഞങ്ങൾ ഇന്നലെ ഡൽഹിയിലായിരുന്നു, ഒന്നിച്ച് പ്രതിഷേധിച്ച യെച്ചൂരി ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു പ്രതിഷേധം. എന്തായിരുന്നു പ്രതിഷേധം? നരേന്ദ്രമോദിയുടെ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട് പാർലമെന്റിനെ നോക്കുകുത്തിയാക്കിയിട്ട് ഭരണനിർവഹണം നടത്തുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. ഞങ്ങളുടെ 147 MPമാരെയാണ് അവിടെ സസ്പെൻഡ് ചെയ്തത്. 147 MPമാർ. അത് ഇന്ത്യൻ ചരിത്രം കേട്ടുകേൾവിയില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. എന്തിനാണ്? സെക്യൂരിറ്റി ബ്രീച്ച് നടത്തി MPക്കെതിരെ നടപടിയില്ല. ഗ്യാസ് സിലിണ്ടർ അടക്കം കൊണ്ടുവന്നിട്ട് പുക സൃഷ്ടിച്ച ആളുകളെ കടത്തിവിട്ട MPക്കെതിരെ നടപടിയില്ല. ഇത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട, ഗവൺമെന്റ് വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട 147 MPമാരെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ പാർലമെന്റിനെ തന്നെ ഇല്ലാതാക്കുന്ന സമീപനം അവിടെ നടക്കുകയാണ്. ഇവിടെ എന്താണ് വ്യത്യാസം? പിന്നെ അതേ നടപടിയല്ല ഇവിടെയും. ഞാൻ ആലോചിച്ച് നോക്കി, കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ച് നോക്കി, അവിടെ പത്രപ്രവർത്തകർ ആരെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരെ പ്രതികരിച്ചാൽ അപ്പം അവരകത്തായിരിക്കും. ഇവിടെയും കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആദ്യം ഏഷ്യാനെറ്റിന്റെ അഖിലാനന്ദകുമാറിനെതിരെ വന്നു, ഇന്ന് News 24-നെതിരായിട്ടും വന്നിരിക്കുന്നു. പത്രപ്രവർത്തകർക്കെതിരെ കേസ്. രാഷ്ട്രീയ നേതാക്കന്മാർ മോഡിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ പിന്നാലെ ED അയക്കും, CBI അയക്കും, അകത്താക്കും, ജയിലിലാക്കും, പേടിപ്പിക്കും. ഇവിടെ സർക്കാരിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ, മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ ടീർ ഗ്യാസ് ഷെല്ല്, കേസ്, ലാത്തി ചാർജ്, ഗൺമാനെ ഉപയോഗിച്ച് വരെ തല്ലും. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത്, ജനാധിപത്യ അവകാശങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്ന രീതികൾ സ്വീകരിക്കുകയാണ്. ഇപ്പൊ ക്രിമിനൽ ബില്ല് പുതിയതായിട്ട് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുക പ്രതിപക്ഷമില്ലാതെ. ആ ക്രിമിനൽ ബില്ലിൽ ആൾക്കൂട്ട ആക്രമണത്തിന്റെ പേരിൽ
എത്ര പേരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പിടിച്ചെടുക്കാം, കസ്റ്റഡിയിലെടുക്കാം. കസ്റ്റഡി പോലും, പോലീസ് കസ്റ്റഡി പോലും കൂട്ടിക്കൊടുക്കാനുള്ള നിയമമാണത്. ഇപ്പോൾ ഇവർക്ക് സൗകര്യമായി മോഡിയുടെ നിയമം. അപ്പോൾ എന്താണോ മോദി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ ചെയ്യുന്നത് അതെല്ലാം അതേപടി ആവർത്തിക്കുന്ന രീതി എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേരും എന്ന് പിണറായി വിജയനാണ് വ്യക്തമാക്കേണ്ടത്. അതുകൊണ്ട് ഈ രീതിയിലുള്ള പോക്ക് വളരെ ഗൗരവതരമായിട്ട് കാണും പാർട്ടി. ഞങ്ങളുടെ PCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള CWC മെമ്പർ അടക്കമുള്ള ആൾക്കെതിരെ നടത്തിയ ആക്രമണം അത് നിസ്സാരമായി കാണാൻ പാർട്ടിക്ക് കഴിയില്ല. മാരിരിക്കുന്നിടത്തേക്ക് ടിയർ ഗ്യാസ് ഷെല്ല് എറിയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അതും 27 തവണയങ്ങായിട്ടാണ് നടന്നതായത്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? കേരളത്തെ കൃത്യമായിട്ടും ഒരു പോലീസ് രാജ്യമാക്കി മാറ്റാനുള്ള ഗൂഢമായ പദ്ധതി. മുഖ്യമന്ത്രി സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ യാത്ര തിരുവനന്തപുരത്ത് ഉണ്ടാകുമ്പോൾ പോലീസാണ് സംയമനം പാലിക്കുക, ഇത്തരം അക്രമങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക. പക്ഷെ പോലീസ് അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. ഇതൊക്കെ കൊണ്ട് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനും മുതിർന്ന നേതാക്കന്മാരെല്ലാവരും പ്രവർത്തക സമിതി അംഗങ്ങളടക്കം നേതാക്കന്മാർ ഉത്തരവാദിത്വത്തോടെ അവർ മുന്നിലിരിക്കുന്ന ഒരു ജാഥ നയിക്കുമ്പോൾ ആ ജാഥയിൽ പ്രസംഗം തുടരുമ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. എങ്ങനെ പ്രതിപക്ഷ നേതാവിന് നേരെയും KPCC പ്രസിഡന്റ് നേരെയും ടിയർ ഗ്യാസ് ഷെല്ലടിയാൻ ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ധൈര്യം വന്നത്? എങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥന് ധൈര്യം വന്നു? എവിടെ നിർദ്ദേശം കിട്ടി? DGP നിർദ്ദേശം കൊടുത്തതാണോ? അവർ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അതല്ല, ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ തല്ലി തീർത്തിട്ട് ഈ കേരളത്തിൽ ഭരിച്ചു കളയാമെന്നാണ് അവർ ധരിക്കുന്നതെങ്കിൽ അത് അവർ വ്യാമോഹം മാത്രമായിരിക്കും പറയാൻ. എനിക്ക് പറയാനുള്ള കാര്യം, അവരിതിൽ നിന്നും പാഠം പഠിക്കുന്നില്ലെങ്കിൽ പ്രത്യാഘാതം അതീവ ഗുരുതരമായിരിക്കുമെന്നുള്ള സംശയമാണ്.